ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് നമുക്കൊരു കിഡിലൻ ഫേസ് പാക്ക് തയ്യാറാക്കാം. ഈ ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് സൺ ടാൻ എന്ന് പറയുന്നത്. അത് ചിലർക്ക് ബൈക്കിലെല്ലാം പോകുന്നേരം കൈകളിലാണ് അധികം ഉണ്ടാവുക. അതുപോലെ തന്നെ അധിക പേർക്ക് മുഖത്തും എല്ലാം വരാറുണ്ട്. അപ്പോൾ മുഖത്തായിക്കോട്ടെ, കൈകളിലായിക്കോട്ടെ, കാലുകളിലായിക്കോട്ടെ, ഈ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോവും കളറും തിളക്കവും എല്ലാം വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിഡിലൻ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. അധിക പേരും പറയുന്നത് കേൾക്കുക കോഫി മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത്. പക്ഷേ ചിലരുടെ ഫേസിനാണ് കേട്ടോ കോഫി എഫക്റ്റീവ് അല്ലാത്തത്. പക്ഷേ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് കോഫി നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോഫി യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കോഫി പൗഡർ എന്ന് പറയുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രൂ കോഫി ഉണ്ടെങ്കിൽ ബ്രൂ എടുക്കുക. അല്ലാന്നാണെങ്കിൽ ഏത് കോഫി പൗഡർ വേണമെങ്കിലും ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം തൈരാണ്. ആ തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യുക. തൈര് എന്ന് പറയുന്ന സാധനം നമുക്ക് അടിപൊളിയൊരു ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങും തരുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ തൈരല്ലെങ്കിൽ പാല് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തൈരാണ്. ഈ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടിയത്. തൈരിന് പകരം ഞാൻ പാല് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് റിസൾട്ട് മാറും കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് അധികം പേരുടെ കയ്യിലും അവൈലബിൾ അല്ലാത്ത സാധനമായിട്ടുണ്ടാകുക. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരും ഒരുപാട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അതും നമ്മുടെ അഫോർഡബിൾ പ്രൈസിന് ഇതെല്ലാം കിട്ടും. സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ എന്താ പറയുക, അവരത്യാവശ്യം കരുതി വെക്കേണ്ട സാധനമാണ് ഈ ഹണി, അതേപോലെ റോസ് വാട്ടർ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അലോവേര ജെൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല സാധനം തന്നെ നോക്കി വാങ്ങുക. ഈ ഒരു ഫേസ് പാക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ മുഖം കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം നിങ്ങൾ ഈ ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സർക്കുലാർ മോഷനിൽ ഈവണായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നിങ്ങളൊരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലെല്ലാം പോയാൽ ഫേഷ്യലെല്ലാം ചെയ്യുമ്പോൾ ഓരോ മണിക്കൂറുകൾ വെച്ചിട്ടാണ് അവർ മസാജ് ചെയ്ത് തരിക. അതിലാണ് അതിൻ്റെ റിസൾട്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫേസ് പാക്ക് വെറുതെ വാരി തേക്കരുത്. ഒരു 10 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് തന്നെ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത്, സമയമുള്ളവരാണെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും 25 മിനിറ്റ്സ് എങ്കിലും നിങ്ങളുടെ മുഖത്തേക്ക് വെച്ചിട്ട് കഴുകിക്കളയാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മാറ്റം മുഖത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ടൈമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ഡ്രൈ ആകുന്നത് വരെ വെക്കുക. അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് മിനിമം വെച്ചതിന് ശേഷം കഴുകി തുടച്ചെടുക്കുമ്പം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും. പക്ഷേ ആ ഒരു ഗ്ലോ 24 അവേഴ്സ് മാത്രമേ നിൽക്കും കേട്ടോ. ഇതിപ്പോൾ കയ്യിലുള്ളത് നിങ്ങൾ നോക്കണ്ട. ഇത് നിങ്ങൾക്ക് ശരിക്കും ക്യാമറയിൽ വിസിബിൾ അല്ല, പക്ഷേ മുഖത്ത് അടിപൊളി റിസൾട്ട് നല്ല വിസിബിളായിട്ട് തന്നെ കാണും. ഒറ്റ യൂസില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.